ശ്രീ മുഹമ്മദ് സാദിഖ്, ഇപ്പോൾ ഔദ്യോഗികമായി CJP ഇന്ന് തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ച സംഘടനയാണ് SFI. എന്തുകൊണ്ടാണ് ഐക്യദാർഢ്യം? ശ്രീമതി ആര്യ പി, എന്നെ കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഇന്ന് ഡൽഹിയിൽ അതിശക്തമായൊരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സോഷ്യൽ മീഡിയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നേതൃത്വം നൽകിയിട്ടുള്ളത്. ആ സമരത്തെ ഔദ്യോഗികമായി പിന്തുണയ്ക്കുകയും ആ സമരത്തിൽ പങ്കാളികളാവുകയും ചെയ്ത ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിലാണ് SFI ഈ മണിക്കൂറിൽ ഈ ചാനൽ 4-ൽ വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് SFI കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കുന്നു, അവരുടെ സമരത്തെ പിന്തുണയ്ക്കുന്നു എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരമാണ് SFIക്കുള്ളത്. ഒന്ന്, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു കൂട്ടായ്മയെയോ സംഘടനയെയോ ഒരു സംഘടന എന്നുള്ള നിലയിൽ എൻഡോസ് ചെയ്യാനോ അംഗീകരിക്കാനോ ആ സംഘടനയെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ കൂടെ ചേർക്കാനോ ഒന്നും തീരുമാനിച്ചുകൊണ്ടല്ല SFI ഇന്ന് ആ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. മറിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സോഷ്യൽ മീഡിയ കൂട്ടായ്മ ഉയർത്തിയ പ്രശ്നങ്ങൾ, വിഷയങ്ങൾ, അത് വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളോടുള്ള വിഷയാധിഷ്ഠിതമായ SFIയുടെ ഐക്യദാർഢ്യമാണ് ഇന്നത്തെ സമരത്തിനുള്ള പിന്തുണയിലൂടെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. CBSE പരീക്ഷാ ക്രമക്കേട്, നീറ്റ് പരീക്ഷ അട്ടിമറി, CUET പരീക്ഷ അട്ടിമറി, UGC നെറ്റ് പരീക്ഷയുടെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട താളപ്പിഴകൾ തുടങ്ങി ഇന്ത്യ രാജ്യത്ത് സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളിൽ, പ്രത്യേകിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരീക്ഷകളിൽ വലിയ ക്രമക്കേടുകൾ നടക്കുകയാണ്. ഈ ക്രമക്കേടുകൾ വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ തുലയ്ക്കുകയാണ്, വിദ്യാർത്ഥികളുടെ അക്കാഡമിക് അന്തരീക്ഷത്തെ അട്ടിമറിക്കുകയാണ്, അനേകം വിദ്യാർത്ഥികൾ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ്. ഇത് കേവലമായ പിഴവുകൾ എന്നുള്ളതിനപ്പുറത്ത് ഈ രാജ്യത്തിൻ്റെ ഭരണകൂടം ആസൂത്രിതമായി നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിന്റെ അനന്തരഫലമായിട്ടാണ് ഞങ്ങൾ ഈ പ്രശ്നത്തെ കാണുന്നത്. അതോടൊപ്പം തന്നെ NTA അടക്കമുള്ള ഏജൻസികൾ സ്വകാര്യ ഏജൻസികൾക്ക് പരീക്ഷാ നടത്തിപ്പിനുള്ള അവകാശം വിട്ടു നൽകുകയും നേരത്തെ വലിയ ക്രമക്കേടുകൾ നടത്തി കുപ്രസിദ്ധമായ ചില കമ്പനികൾ പേരുമാറ്റി വീണ്ടും രംഗപ്രവേശനം ചെയ്യുമ്പോൾ അവർക്ക് ഇത്തരം പരീക്ഷകൾ നടത്താനുള്ള അനുമതി നൽകുകയും ചെയ്തത് മൂലമുള്ള പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളിൽ വളരെ ശക്തമായ സമരം SFI നേരത്തെ നടത്തി വരുന്നതാണ്. NTA രൂപീകരിച്ച ഘട്ടം മുതൽ SFI വലിയ സമരത്തിലാണ്. പുതിയ വിദ്യാഭ്യാസ നയം കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച ഘട്ടം മുതൽ SFI സമരത്തിലാണ്. ഈ മണിക്കൂറുകളിലും ഇന്ത്യ രാജ്യത്തെ ക്യാമ്പസുകളിലും സർവകലാശാലകളിലും തെരുവുകളിലും ഈ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് SFI. അതിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, ഇത്തരം പരീക്ഷകളിലെ ക്രമക്കേടുകൾ കൃത്യമായി അന്വേഷണ വിധേയമാക്കണം. ഇനി മേലിൽ ഇത്തരം ക്രമക്കേടുകൾ ഉണ്ടാകാൻ പാടില്ല. നിരന്തരമായ പരീക്ഷാ ക്രമക്കേടുകൾക്കും വിദ്യാഭ്യാസ മേഖലയിലെ കുത്തഴിഞ്ഞ ഭരണ നയത്തിനും നേതൃത്വം നൽകുന്ന ധർമ്മേന്ദ്ര പ്രധാൻ എന്ന കേന്ദ്രമന്ത്രി രാജിവെക്കണം എന്ന് തുടങ്ങി SFI മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ തന്നെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സോഷ്യൽ മീഡിയ കൂട്ടായ്മയെ മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ ഈ രാജ്യത്തെ ഭരണകൂടത്തിന് സാധ്യമല്ല എന്ന് തിരിച്ചറിയുമ്പോൾ ജീവിതത്തിൽ നിന്ന് രാഷ്ട്രീയത്തെ മാറ്റി നിർത്തുകയും രാഷ്ട്രീയത്തെ ഒരു വ്യവഹാര മണ്ഡലം എന്നുള്ള നിലയിൽ സമീപിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ, ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടാലും ഇല്ലെങ്കിലും രാഷ്ട്രീയം ഞങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവിന്റെ പുറത്താണ് അവരവരുടെ ക്ലാസ് മുറികളിലേക്കും പരീക്ഷാ മുറികളിലേക്കും അവരവരുടെ ജീവിതത്തിലേക്കും അതിഭീകരമാം വിധം കടന്നു വരുന്ന ഈ വിപത്തിനെതിരായ സമരത്തിന് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. ആ സമരത്തിന് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. വിഷയാധിഷ്ഠിതമായി, ഇഷ്യൂ ബേസ്ഡ് ആയി ഇന്നത്തെ ഈ സമരത്തിന് ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ചോദ്യം വരും, ഇത്തരത്തിലുള്ള അരാഷ്ട്രീയ സ്വഭാവമുള്ള കൂട്ടായ്മകളെ